ഇന്ത്യയിൽ ഇതുപോലൊരു കുട്ടി ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ ആണ് പ്രസവിച്ചു എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കുന്നില്ല. നമ്മൾ ഇട്ട് ഫസ്റ്റ് വീഡിയോ തന്നെ 10 മില്യൺ പോലെ അടിച്ചിട്ടുണ്ടായിരുന്നു. ആൾക്കാർ ചോദിക്കുന്ന സംശയമാണ്, എങ്ങനെയാണ് സംഭവം? എങ്ങനെയാ അത്? ആൾക്കാർക്ക് പല രീതിയിൽ സംശയം ഉണ്ടാവും. പക്ഷേ നമ്മൾക്ക് അങ്ങനെയാണ് ആഗ്രഹം, നമ്മൾ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ആളുടെ ഭാഗത്തിനാണ് ആളെ പ്രസവിച്ചിട്ടുള്ളത്. സോ ആൾ ട്രാൻസ്മെന്റ് ആണ്. സോ അത് നമ്മളും അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ആള് സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീയിൽ നിന്നും മെന്നായിട്ടുള്ള ആളാണ്. ആളുകളുടെ സംശയങ്ങളും ആളുകൾ പറയുന്നതൊക്കെ അവർക്ക് ശരിയാണ്, ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്കും ശരിയാണ്. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന 2 ട്രാൻസ് ദമ്പതിമാരാണ് സഹദും സിയ പവലും. ഇവര് ഒരു ട്രാൻസ് വുമണും ഒരു ട്രാൻസ് മെന്നുമാണ്. ഇവര് കല്യാണം കഴിച്ച് ജീവിക്കുകയാണ്. അതുപോലെ തന്നെ ഇവർക്കൊരു കുഞ്ഞുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വലിയ രീതിയിൽ ഒരു വൈറലായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അതായത് ഒരു ആണ് ആദ്യമായി പ്രസവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഇവർക്കൊരു കുഞ്ഞുണ്ടായപ്പോഴത്തേക്കും അത് വലിയ രീതിയിൽ വൈറലായിരുന്നു. അപ്പൊ ഇവര് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ അച്ഛൻ തന്നെയാണ് കുട്ടിയെ പ്രസവിച്ചതെന്നാ പറയുന്നത്. അത് നമുക്കത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ കുട്ടിക്ക് ജന്മം നൽകിയത് ഒരു സ്ത്രീയാണ്. ഒരു സ്ത്രീക്ക് മാത്രമേ പ്രസവിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെ? ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഗർഭപാത്രം ഉള്ള ഒരു സ്ത്രീക്ക് മാത്രമേ പ്രസവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ തന്നെയാണ് ഈ പറയുന്ന സഹദ് എന്ന് പറയുന്ന വ്യക്തി പ്രസവിച്ചതും ആ ഒരു കുഞ്ഞിന്, ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയൊക്കെ ചെയ്തത്. പക്ഷെ ഇവര് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന്റെ അച്ഛൻ തന്നെയാണ് കുഞ്ഞിന് ജന്മം നൽകിയത്, ആദ്യമായിട്ട് ഒരു പുരുഷൻ പ്രസവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഇവർ ഈ ഒരു വിഷയത്തെ ഭയങ്കരമായിട്ട് അങ്ങ് വൈറലാക്കാൻ ശ്രമിച്ചത്. പക്ഷെ സാമാന്യ ബുദ്ധിയും ബോധമുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കും, അയാളൊരു ട്രാൻസ്മെൻ ആയെങ്കിൽ പോലും അയാളൊരു സ്ത്രീ ആയിരുന്നു. അപ്പൊ അയാളുടെ ഗർഭപാത്രവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പുള്ളി ഒരു കുഞ്ഞിന് ജന്മം നൽകി. ഇവരിനിയിപ്പോ എത്രയൊക്കെ പുരുഷൻ പ്രസവിച്ചു എന്ന് പറഞ്ഞാലും എല്ലാവർക്കും അറിയാം അതൊരു സ്ത്രീ ആയിരുന്നു എന്ന്. ഒരു സ്ത്രീ തന്നെയാണ് ആ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നത്. പക്ഷെ ഇവര് മാത്രം അത് അംഗീകരിക്കുന്നില്ല. അത് ഒരു പക്ഷെ അത് അവരങ്ങനെ വിശ്വസിച്ചോട്ടെ. പക്ഷെ ഇത് കാണുന്നവരും അതുപോലെ വിശ്വസിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുട്ടി ഇപ്പൊ ഉണ്ടായതിനു ശേഷം ഈ ഒരു 6 മാസം, തുടക്കത്തിലൊരു 6 മാസം എന്തെങ്കിലും സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല. ഞങ്ങൾക്ക് ഉണ്ടായൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാല് അയാള്, അതായത് സഹദ് ബ്രസ്റ്റ് റിമൂവൽ സർജറി കഴിഞ്ഞതിന് ശേഷമാണ് ഡെലിവറി ഒക്കെ നോക്കിയത്. സോ അതിൻ്റെതായിട്ടുള്ളൊരു ഫീഡിങ്ങിനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബട്ട് ദൈവാധീനം എന്ന് വേണമെങ്കിൽ പറയാം. ആ വർഷം നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സ്റ്റാർട്ട് ചെയ്ത പുതിയൊരു സംരംഭമായിരുന്നു മദർ മിൽക്ക് ബാങ്ക് എന്ന് പറഞ്ഞിട്ട്. ആ മിൽക്ക് ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജിലുള്ള നല്ല അമ്മമാരുടെ മിൽക്ക് ഡൊണേറ്റ് ചെയ്യുന്ന അമ്മമാരുണ്ടായിരുന്നു അവിടെ. സോ അവർ ഇതുപോലെ പാലില്ലാതെ ജനിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. പാല് ജനിച്ച ഉടനെ പാല് കൊടുക്കാൻ പറ്റാത്ത ഒരുപാട് അമ്മമാരുണ്ട്. സോ അവർക്കൊക്കെ ഹെൽപ്പാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഒരു മിൽക്ക് ബാങ്ക് അവിടെ അന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ദൈവാധീനം കൊണ്ട് ഞങ്ങൾ ഡെലിവറി ആവുന്ന ആ വർഷമാണ് അവിടെ അത് വന്നത്. ആ മാസം അങ്ങനെ എന്തോ ആണ് അറിയാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ ദൈവം സഹായിച്ച് അതിനും ഞങ്ങളുടെ മോക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. നല്ലവരായ കുറച്ച് ഏതൊക്കെയോ അമ്മമാരുടെ, ഞങ്ങൾ അറിയാത്ത പല അമ്മമാരുടെയും പാല് കുടിച്ചിട്ടാണ് മോള് വളർന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇവരെത്രയൊക്കെ പറഞ്ഞാലും ഒരു പുരുഷനാണ് പ്രസവിച്ചത്, പുരുഷൻ പ്രസവിച്ചു, ആദ്യമായി പുരുഷൻ പ്രസവിച്ചു എന്നൊക്കെ പറഞ്ഞാലും ഇത് കാണുന്ന ആൾക്കാർക്ക്, സാമാന്യ ബുദ്ധിയും ബോധമുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അയാളൊരു സ്ത്രീയായിരുന്നു. അയാള് ഇപ്പൊ ട്രാൻസ്മെൻ ആയി എന്ന് പറഞ്ഞാലും ബ്രസ്റ്റ് റിമൂവ് ചെയ്താലും അയാൾ ഒരു സ്ത്രീയായിരുന്നു. അയാളുടെ ഉള്ളിൽ ഒരു ഗർഭപാത്രമുണ്ട്. ആ ഒരു ഗർഭപാത്രം ഉള്ളിടത്തോളം കാലം അയാൾക്കൊരു കുഞ്ഞിന് ജന്മം നൽകാൻ പറ്റും. അതാണ്. പക്ഷെ ഇവര് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുരുഷൻ പ്രസവിച്ചു എന്നൊക്കെയാണ് ഇവര് പറയുന്നത്. എന്തായാലും ആ കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം കിട്ടി. അതിൽ അവർക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയിരിക്കാം. അത് അവരുടെ സന്തോഷം, അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ അത് അവരങ്ങനെ വിശ്വസിച്ചോട്ടെ, ഒരു പുരുഷൻ ജന്മം നൽകിയെന്നൊക്കെ വിശ്വസിച്ചോട്ടെ. പക്ഷെ ഇത് കാണുന്ന ആൾക്കാരെ അത് വിശ്വസിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊട്ടും അക്സെപ്റ്റ് ചെയ്യാനോ വിശ്വസിക്കാനോ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. കുട്ടിക്ക് ഇപ്പൊ എത്ര വയസ്സായി? എത്ര വയസ്സ്? 3 വയസ്സല്ലേ? അത് പതിവിലും വിപരീതമായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളതാണ്. കാരണം ഒരു ഈ എന്താ പറയുക, ഭൂമിയിൽ മാറ്റങ്ങൾ അനിവാര്യമാണല്ലോ. സോ അങ്ങനെ ഉള്ളൊരു മാറ്റമാണ് നമ്മൾ കൊണ്ടുവന്നത്. എന്താ പറയുക, ഒരു അച്ഛനായ ഒരു അമ്മയായ ഒരു വ്യക്തിയാണ് ഞാൻ. അതുപോലെ തന്നെ അമ്മയായിരിക്കും ഒരു അച്ഛനാവാൻ ആഗ്രഹിച്ച് ഇപ്പോൾ അച്ഛനായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ആളെ ഗർഭം ധരിച്ച് ആൾക്ക് പ്രസവിച്ചത്. സോ അങ്ങനെയുള്ളത് അംഗീകരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം ഞങ്ങൾ ബുദ്ധിമുട്ടിയത്. പക്ഷേ ഇപ്പം പ്രശ്നമൊന്നുമില്ല. ഞങ്ങളുടെ ലൈഫിൽ അടിപൊളിയായിട്ട് ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് പോകുന്നു. അല്ലേ?
കുട്ടിക്ക് ഇപ്പൊ എത്ര വയസ്സായി? എത്ര വയസ്സ്? 3 വയസ്സല്ലേ? അതെന്തായാലും അങ്ങനെ ആവട്ടെ. അവരുടെ ലൈഫ് അവർ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകട്ടെ. അതിന് നമുക്ക് ആർക്കും ഒരു പരാതിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ മറ്റുള്ളവരും ഇതൊക്കെ വിശ്വസിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. കാരണം ആ കുഞ്ഞിന് ജന്മം നൽകിയത് അതിന്റെ അമ്മ തന്നെയാണ്. ഒരു സ്ത്രീയാണ് അതിന് ജന്മം നൽകിയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ കുഞ്ഞ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ എത്രയൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിച്ചാലും ആ കുഞ്ഞിന് ജന്മം നൽകിയത് ആരാണ്? അതിന്റെ അച്ഛനെന്നാണ് അവര് പറയുന്നത്. ആയിക്കോട്ടെ, ഇപ്പൊ അയാൾ ഒരു ട്രാൻസ് മെൻ ആണല്ലോ, അതുകൊണ്ട് തന്നെ കുട്ടി അത് അച്ഛനായിട്ടും ഇപ്പോ ഉള്ള ആ ഒരു എന്താ പറയാ സിയ പവലെ അമ്മയായിട്ടുമാണ് കാണുന്നത്. അങ്ങനെ ആയിരിക്കാം. പക്ഷെ നമുക്കത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. എന്തായാലും എന്താന്ന് പറഞ്ഞാലും അവർക്ക് ഈ കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാലതാമസം വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കിട്ടാനായിട്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം അതൊക്കെ കിട്ടി അവർ ഹാപ്പിയായി. എന്തായാലും അവർ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോട്ടെ. അതിലൊന്നും ആർക്കും ഒരു പരാതിയില്ല. അവർ നല്ല ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ. നല്ലൊരു അച്ഛനും അമ്മയായിട്ട് ആ കുഞ്ഞുമായിട്ട് അവർ നല്ല രീതിയിൽ ജീവിക്കട്ടെ. പക്ഷെ അവര് വിശ്വസിക്കുന്നത് മറ്റുള്ളവരും വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തായാലും എന്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുണ്ടോ? ഒരു പുരുഷൻ ആദ്യമായി പ്രസവിച്ചു എന്ന് പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത്.